കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിച്ച വാർത്ത അനാസ്ഥയെന്നോ വീഴ്ചയെന്നോ പറയാതെ റിപ്പോർട്ട് ചെയ്തത് ഭരണപക്ഷ മാധ്യമങ്ങൾ മാത്രം. ജീവനെടുത്ത് അനാസ്ഥ, വീഴ്ച കെട്ടിടത്തിൻ്റേത് മാത്രമല്ല സംവിധാനത്തിൻ്റെയും. സംഭവങ്ങളുടെ സമയക്രമം നോക്കിയാൽ വീഴ്ചയിലെ അനാസ്ഥയും മന്ത്രിമാരുടെ മുൻവിധിയിലെ പ്രശ്നവും മനസ്സിലാകും. മനോരമ പോലെ മാതൃഭൂമിയും സമയക്രമം എടുത്തുകാട്ടി. 10:50 കെട്ടിടം തകർന്നു. മൃതദേഹം കണ്ടെടുക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞ്. ആ 2 മണിക്കൂറിന് ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു. കുറെ കൂടി രൂക്ഷമാണ് മറ്റു ചില തലക്കെട്ടുകൾ. കൊന്നതാണ് സിസ്റ്റം, പൊളിഞ്ഞു വീണ പൊങ്ങച്ചം ജീവനോടെ മൂടി, ജീർണിച്ച സിസ്റ്റം, വീഴ്ച തന്നെ. അത്ര തന്നെ ശക്തമല്ലാത്ത തലക്കെട്ടുകളുമുണ്ട്. ജനയുഗത്തിൽ ഇത് ലീഡ് വാർത്തയല്ല, ദേശാഭിമാനിയിലും അല്ല. പഴയ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. രക്ഷാപ്രവർത്തനത്തെപ്പറ്റി പറയുന്നത് അത് ഉടനടി നടന്നു എന്നാണ്. വിമർശനങ്ങളെ നേരിടുന്നതും പഴയ രീതിയിൽ തന്നെ. അധികാരികളെ വിമർശിക്കുന്നത് കേരളത്തെ ഇടിച്ചു താഴ്ത്തലാണ് എന്ന്. കേരള സർക്കാരിനെ വിമർശിച്ചാൽ കേരളത്തെ ഇടിച്ചു താഴ്ത്തലാകും. വീഴ്ച മറയ്ക്കാനും വിമർശനത്തെ മറികടക്കാനുമുള്ള ശ്രമം. പാർട്ടി പത്രങ്ങൾക്ക് മുൻപിൽ വേറെ വഴിയില്ലല്ലോ. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.